ശ്രീ ശ്രീകുമാർ, നമുക്കൊക്കെ ഉണ്ടായ വലിയ നഷ്ടമാണ്. ജാനകിയമ്മ ഓർമ്മയായിരിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് ഓർമ്മിക്കാനാവുക? എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഒരു വലിയ ഷോക്കാണ്. കാരണം ഞാനൊരു ഫംഗ്ഷനിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇത് പെട്ടെന്ന് വിളിച്ച് നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന് ഇത് ഈ കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാനൊരു 2-3 ദിവസം മുമ്പ് വരെ അമ്മ വീട്ടിലിങ്ങനെ പേരക്കിടാങ്ങളും എല്ലാവരുമായിട്ടിരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് കണ്ടത്. നമുക്കൊന്നും പറയാനില്ല. കാരണം മലയാളത്തിന്റെ എന്താണ് എല്ലാം പാട്ടിന്റെ രാജ്ഞി അല്ലെങ്കിൽ പാട്ടിന്റെ എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് വാക്കുകൾ വരുന്നില്ല. വിഷമം വരുന്നു, കണ്ടമാനം മനസ്സിൽ ഒരുപാട് വിഷമം വരുന്നു. ശ്രീ ശ്രീകുമാർ, അങ്ങേക്ക് പാടുക എന്നതിനപ്പുറം വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നോ ജാനകിയമ്മയെ? അങ്ങനെ ഓർക്കാവുന്ന എന്തെങ്കിലും? പിന്നെ ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ എന്റെ ചേട്ടന്റെ കൂടെ ഞാൻ മറ്റേ മൗനമയൊക്കെ പാടിക്കാൻ പോയപ്പോ ഞാനും പോയിരുന്നു. അപ്പൊ അങ്ങനെ ജാനകിയമ്മ അമ്മയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. പിന്നെ അമ്മയായിട്ട് ഞാനൊരു ഷോയ്ക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അകലെ നീലാകാശം പാടണമെന്ന് പറഞ്ഞ് പാടി. അതൊക്കെ ഓരോ നിമിഷങ്ങളും എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ പിന്നെ തിളങ്ങി നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് പറയാൻ വാക്കുകളൊന്നും വരുന്നില്ല കേട്ടോ. ഒരുപാട് വിഷമമാണ് മനസ്സിൽ വരുന്നത്. കാരണം വേറൊന്നുമല്ല, എത്ര പാട്ടുകളെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പാട്ടുകളാണ്. അതാണ്, പ്രായമൊട്ടും ആ ശബ്ദത്തെ ബാധിച്ചിരുന്നില്ല. എന്നിട്ടും 2017 പാട്ട് നിർത്തുന്നു എന്ന് പറയുകയായിരുന്നു. അതൊക്കെ നമുക്ക് വലിയ നഷ്ടമാണ് അല്ലേ? 100%. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജാനകിയമ്മ പാടിയ പാട്ടുകള് ഇപ്പോഴും റിയാലിറ്റി ഷോയിൽ ഓരോ കുട്ടികൾ വന്ന് പാടുമ്പോൾ ഞങ്ങൾ പറയുന്നത് ആ ജാനകിയമ്മ പാടുന്നതിന്റെ ആ ഭംഗി. കാരണം ഒരു മലയാളി അല്ലാതിരുന്നിട്ടും ആ വാക്കുകളുടെ ഉച്ചാരണം, അതുപോലെ തന്നെ ആ പാടുന്നതിന്റെ ഡൈനാമിക്സ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്കൊരു ലൈബ്രറിയാണ്. ജാനകിയമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണ്. മലയാളിയുടെ ഒരു രാജ്ഞിയാണ് ജാനകിയമ്മ. ശ്രീകുമാർ, വേറൊരു കാര്യം കൂടി, ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു ഗായിക കൂടിയാണ്. നമുക്കത് അത്ഭുതമാണ് അല്ലേ? 100%. അത് ദൈവം കൊടുത്തൊരു വരവാണ്. കാരണം വേറൊന്നുമല്ല, ഒരു വരദാനമാണ്. മലയാളികൾക്കും ഇന്ത്യ മുഴുവനുള്ള ഭാഷയിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു മലയാളി ആയതുകൊണ്ട് ഞാനത് മലയാള പാട്ടുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ തമിഴ് പാട്ടുകളും എല്ലാം. ഇപ്പൊ രാജാ സാറിന്റെ ആദ്യത്തെ പാട്ടുകളൊക്കെ പാടിയത് ആരാണ്? ജാനകിയമ്മയല്ലേ? അപ്പോ എന്താ പറയുന്നേ, വാക്കുകളില്ല. കാരണം ഒരുപാട് വിഷമം. ഞാനിവിടെ ഒരു ഫംഗ്ഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനുള്ളൊരു ശരിയാണ്. ഓർത്തെടുക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിലാക്കുന്നു. ശ്രീ എം ജി ശ്രീകുമാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട്. എന്റെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിഷമമുണ്ട്. കാരണം ഏകദേശം 10-25 വർഷമായിട്ട് ഈ റിയാലിറ്റി ഷോയിൽ ഇരിക്കുമ്പോൾ ജാനകിയമ്മയുടെ പാട്ട് വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ഉണർവാണ്. എല്ലാവർക്കും, ഈ പാട്ട് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരു ഉണർവാണ്. എന്താണ് ശബ്ദം, എന്താണ് അവര് ജാനകിയമ്മ നിന്ന് പാടുന്നത് കണ്ടു കഴിഞ്ഞാല് നമുക്ക് പാടുകയാണെന്ന് തോന്നില്ല. അതാണ്, ഒട്ടും ദേഹം അനങ്ങാതെ അല്ലെ, തല പോലും ആട്ടാതെ പാടുന്ന ജാനകിയമ്മ. അനങ്ങാതെ ഒരു ചെറിയൊരു ബുക്ക് വെച്ചിട്ട് പാടുന്ന അമ്മ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോ കണ്ടാലും ചോദിക്കും, രാധാകൃഷ്ണൻ സാർ എപ്പടി ഇരിക്കുക എന്നൊക്കെ ചോദിക്കും. ചേട്ടനും പോയി. എന്തായാലും ഒരു കാലം അവസാനിക്കുന്നു. എന്തായാലും എന്റെ മനസ്സിലുള്ള ദുഃഖം ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നു. ആ കുടുംബത്തിന് താങ്ങാനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.